എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി ആയിട്ടല്ല, ബേക്കിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുന്നേ ഞാൻ ബേക്കിങ്ങിൻ്റെ ടിപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ട് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഈ വീഡിയോ തികച്ചും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ബേക്കിംഗ് തുടങ്ങിയിട്ടുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ കേക്കൊക്കെ ബേക്ക് ചെയ്യാറുണ്ട്. ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ വീട്ടിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്കാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇപ്പോൾ കേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ബേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ബേക്കിംഗ് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് തികച്ചും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എസൻസ് ആണ്. വാനില എസൻസ് ഉണ്ട്, പൈനാപ്പിൾ എസൻസ് ഉണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് സ്പ്രിങ്കിൾസ് ആണ്. നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൽ വിതറുന്നതാണിത്. ഇതും മാർക്കറ്റിൽ കിട്ടും, പല രീതിയിലുള്ള കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് ഐസിങ് ഷുഗർ വെച്ചിട്ടാണ്, കളർ ചേർത്തിട്ട് ആണ് അത് തയ്യാറാക്കുന്നത്. ഇത് പൈപ്പിങ്ങിൻ്റെ നോസിൽസ് ആണ്. നമ്മൾ കേക്കൊക്കെ പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പം പൈപ്പിംഗ് ബാഗ്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉണ്ട്, അതായത് ഡിസ്പോസിബിൾ ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇത് കളേഴ്സാണ്. ഇത് ലിക്വിഡ് ടൈപ്പിലുള്ള കളേഴ്സാണ്. ഇവിടെ കിട്ടുന്ന ബ്രാൻഡാണിത്. അപ്പം എപ്പോഴും കളറൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ലിക്വിഡ് കൂടാതെ പൗഡർ ഉണ്ട്, ജെൽ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത് ജെൽ ടൈപ്പിലുള്ള കളേഴ്സാണ്. റെഡ് വെൽവെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എപ്പോഴും ജെൽ ടൈപ്പിലുള്ള കളേഴ്സാണ് നല്ലത്. ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കണാണ്. ഇത് റീയൂസബിൾ ആണ്, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അടുത്തതായിട്ട് കാണുന്നത് പേപ്പർ വെച്ചിട്ടുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഇത് വൺ ടൈം യൂസാണ്. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കളയേണ്ടി വരും. വീണ്ടും നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഞാനിതെല്ലാം വെച്ചിരിക്കുന്നത് ഒരു ടേണിംഗ് ടേബിളിൻ്റെ പുറത്താണ്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ടേണിംഗ് ടേബിളാണത്. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നൈഫാണ്. കേക്ക് കട്ട് ചെയ്യുന്ന നൈഫാണ്. ഇതെന്ന് പറയുന്നത് കേക്ക് ലെവലറാണ്. നമ്മളിപ്പം ഒരു കേക്ക് 2-3 ലെയേഴ്സായിട്ട് മുറിക്കണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വേണ്ടുന്ന ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരേപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ നല്ലൊരു ടൂളാണ്. എല്ലാ ഭാഗവും ഒരേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇത് സാധാരണ നൈഫാണ്, പക്ഷേ ബ്രെഡ് കേക്ക് ഒക്കെ മുറിക്കാനായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു നൈഫാണ്. ഇതൊരു പാലറ്റ് നൈഫാണ്. ഇത് നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഐസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെഷർമെൻറ്റ്. കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വേണം നമ്മൾ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് കപ്പാണിത്. ഇതിപ്പോൾ UK സിസ്റ്റം ആയതുകൊണ്ട് 100 ml ആണ് ഇവിടുത്തെ മാക്സിമം. ഇപ്പം ml വെച്ചിട്ടാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. 100 ml അഥവാ 1 DL എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ml കൺവേർട്ട് ചെയ്തിട്ടാണ് ഇൻഗ്രീഡിയൻസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവുകൾ. ടേബിൾ സ്പൂണുണ്ട്, ടീസ്പൂണുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് മിക്കവാറും ഞാൻ അളക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു കപ്പ് എടുക്കാവുന്നതാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് കപ്പാണ്. 240 ml ആണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് മിക്സിംഗ് ടൂൾസാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ബ്ലെൻഡറാണ്.
ഫിലിപ്സിൻ്റെ 300 വാട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്കിതുവരെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ഇതിന് മാക്സിമം 5 വരെ ഉണ്ട് സ്പീഡ്. നമുക്ക് 2 ടൈപ്പിലുള്ള ബ്ലേഡ്സും ഇതിന് അവൈലബിൾ ആണ്. അപ്പോൾ കേക്ക് ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള ബ്ലേഡ്സും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ കേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ടൂൾസ്, ഇതൊരു വിസ്കാണ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മിക്സിംഗ് ടൂൾ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടിത്തവി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് കേക്ക് അതായത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സ്പാറ്റുല യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബ്രഷും നമുക്ക് വേണ്ടി വരും ചില സമയങ്ങളിൽ. ഇതെന്ന് പറയുന്നത് സിലിക്കണിൻ്റെ സ്പാറ്റുലയും ബ്രഷുമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രിസിൽസൊക്കെ സിലിക്കണാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണിത്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് റോളറാണ്. ഫോണ്ടൻ്റ് ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളുടെ സാധാരണ ചപ്പാത്തി പലകയിൽ നിന്നും കുറച്ചുകൂടി വലുതാണ്. തന്നെയല്ല ഇതുപോലെ റോൾ ചെയ്യുന്നൊരു സംവിധാനം കൂടിയുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പാത്രമാണ്. അപ്പോൾ കേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം തന്നെ അത്യാവശ്യം എടുക്കുക. ഇത് ഗ്ലാസ് കൊണ്ടുള്ളതാണ്, നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന കേക്കിൻ്റെ ടിൻസാണ്. അപ്പോൾ ഇതൊരു മൾട്ടിപർപ്പസ് ടിന്നാണ്. നമുക്ക് 2 രീതിയിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലുമിനിയം ആണ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബേക്ക് ചെയ്യാനായിട്ട് അലൂമിനിയത്തിൻ്റെ ട്രേസാണ്. കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് എപ്പോഴും അലൂമിനിയം ടൈപ്പിലുള്ള ട്രേ വെച്ചിട്ടാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട്, എന്നാലും അത് ഈവനായിട്ട് അങ്ങനെ ബേക്ക് ആവില്ല. ഇത് വളരെ പെർഫെക്റ്റാണ്. ഇനി നമുക്ക് സാധാരണ ട്രേസ് കൂടാതെ ചെറിയ ടൈപ്പിലെ ട്രേസ് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഇതും അലുമിനിയമാണ്. ഞാനിതൊക്കെ വാങ്ങിയത് ഐക്കിയിൽ നിന്നാണ്. അപ്പോൾ ഇതിലും വളരെ പെർഫെക്റ്റായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കേക്ക് ബേക്കായി കിട്ടും അലുമിനിയം ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഇതെടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അലുമിനിയത്തിൻ്റെ ഡിസ്പോസിബിൾ പാത്രങ്ങൾ കിട്ടും. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തായിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ കേക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബേക്കിംഗ് സോഡ എന്താണ്, ബേക്കിംഗ് പൗഡർ എന്താണെന്ന് മിക്കവർക്കും ചെറിയ ഡൗട്ടാണ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അത് റിയാക്ട് ചെയ്യണമെങ്കിൽ അതിലേക്ക് ഒരു ആസിഡ് ഇട്ട് കൊടുത്തെങ്കിലേ അത് റിയാക്ട് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ പ്ലസ് ഒരു ആസിഡ് കൂടി അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊരു ആസിഡ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ മാത്രം ഇട്ടിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ചില കേക്കുകൾക്ക് റെസിപ്പിയിൽ പറയുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളതിന് മാത്രം നമ്മളത് ഇട്ട് കൊടുത്താൽ മതി. ഉദാഹരണത്തിന് റെഡ് വെൽവെറ്റ് കേക്ക്, അപ്പോൾ അതിൽ നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ അതിലേക്ക് മോരും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോരും വെള്ളം പിന്നെ വിനീഗറൊക്കെ ചേർത്തിട്ടാണ് നമ്മളത് റിയാക്ട് ചെയ്തെടുപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ കേക്കിൽ എപ്പോഴും ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈദ. അപ്പോൾ യൂറോപ്പിൽ മൈദ ബ്ലീച്ച് ചെയ്യാറില്ല. അപ്പം ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ മൈദയ്ക്ക് ഒരുപാട് വൈറ്റ് നിറം കൊടുക്കുന്നൊരു പ്രോസസ്സിംഗ് ആണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ അത് പ്രൊഹിബിറ്റഡ് ആണ്. അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് ബ്ലീച്ചിങ് നടക്കാറില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മൈദ നോക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറിലാണ് അതുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മൈദ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. അപ്പോൾ ബ്ലീച്ചിങ് ഇല്ലാത്ത മൈദയാണ്, ഒരുപാട് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത മൈദയാണ് നമ്മൾ ഇവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ ഒരുപാട് നിങ്ങൾ കഴിക്കാതിരിക്കുക. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മൈദയൊക്കെ കുറച്ച് യൂസ് ചെയ്യുക. ഹെൽത്തി ഓപ്ഷൻസ് നിങ്ങൾ നോക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ചൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ
കൊക്കോ പൗഡറാണ്. അപ്പോൾ ചില ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അതുപോലെ തന്നെ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡൗട്ട്സ് ഈ വീഡിയോയുടെ താഴെ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.